അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ നാടുകളിൽ അസർ നിസ്കാരത്തിന് ശേഷം അവിടെ പതിവായി നടത്തി വരാറുള്ള ഒരു ദുആയാണ് ഈ ദുആ. അഥവാ ഇമാമിങ്ങളാണെങ്കിൽ അവിടുന്ന് ഇമാമിങ്ങൾ ഉറക്കെ ചൊല്ലുകയും ഉറക്കെ ദുആ ചെയ്യുകയും മഅ്മൂമിങ്ങൾ അത് കേട്ട് ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദുആയാണ് അസർ നിസ്കാരത്തിന് ശേഷമുള്ള ഈ ദുആ. നേരത്തെ ളുഹ്ർ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ വിശദീകരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും പല ആളുകളും സാധാരണക്കാർ ഇത് മനസ്സിലാക്കുകയും എന്നിട്ട് പലപ്പോഴും ഈ ദുആ നടത്തിയിട്ടില്ലെങ്കിൽ ആ ഇമാമിനെ ഒന്നും അറിയില്ല എന്ന് വരെ വിലയിരുത്തപ്പെടുന്ന രൂപത്തിൽ അത്രത്തോളം വ്യാപിച്ച ഒരു ദുആയാണ് ഈ അസർ നിസ്കാരത്തിന് ശേഷം നടത്തി വരാറുള്ള ഈ ദുആ. ഇൻഷാ അല്ലാഹ് അസർ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ എങ്ങനെയാണ് നടത്തി വരാറുള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമതൻ ഫിദ്ദീൻ വആഫിയതൻ ഫിൽ ജസദ് വസിയാദതൻ ഫിൽ ഇൽം വബറകതൻ ഫിൽ റിസ്ഖ് വസിഹ്ഹതൻ ഫിൽ ജിസ്ം. إلهنا رزقنا توبة قبل الموت وراحة عند الموت ومغفرة بعد الموت. يا سامع كل صوت هون علينا سكرات الموت. اللهم ارحم علينا بالإيمان عند الموت. اللهم بارك لنا في الموت وفيما بعد الموت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ഈ ഒരു ഹ്രസ്വമായ ദുആയിനുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണം. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതി. അള്ളാഹുവെ, ഞങ്ങളുടെ നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലും ഞങ്ങളുടെ നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിലും നീ അനുഗ്രഹവും രക്ഷയും നൽകണേ. അള്ളാഹുവെ, ദീനിലുള്ള രക്ഷയും ശരീരത്തിലെ സൗഖ്യവും വിജ്ഞാനത്തിലുള്ള വർധനവും വിഭവങ്ങളിലുള്ള ബറക്കത്തും ശരീരത്തിലുള്ള ആരോഗ്യവും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ഞങ്ങളുടെ നാഥ, മരണത്തിനു മുമ്പ് തൗബയും മരണനേരത്ത് ആശ്വാസവും മരണാനന്തരം പാപമോചനവും ഞങ്ങൾക്ക് നീ നൽകണേ. എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്ന നാഥ, ഞങ്ങളുടെ മേൽ മരണവേദന എളുപ്പമാക്കി തരണേ. അള്ളാഹുവേ, ഞങ്ങളുടെ മേൽ മരണനേരത്തോ ഈമാനിട്ട് തന്നു നീ കരുണ ചെയ്യണേ. അള്ളാഹുവേ, മരണത്തിലും മരണാനന്തരവും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും നീ നന്മ ചെയ്യുകയും നരകശിക്ഷയെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ നൽകുകയും ചെയ്യണേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്നോ നീ സ്വീകരിക്കണേ. നിശ്ചയം നീ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. നിശ്ചയം നീ പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ. ഓ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനായ നാഥ, നിൻ്റെ കരുണ കൊണ്ട് നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ എന്ന പവിത്രമായ അർത്ഥം വരുന്ന ഒരു പ്രധാനപ്പെട്ട ദുആയാണ് അസറിന് ശേഷമുള്ള ഈ സാധാരണ നമ്മുടെ നാടുകളിൽ കണ്ടുവരാറുള്ള ഈ പ്രധാനപ്പെട്ട ദുആ. ഇൻഷാ അല്ലാഹ് ആവർത്തിച്ച് കേൾക്കുകയും സ്ക്രീനിൽ നോക്കി പഠിക്കുകയും ചെയ്യാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.